ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ ഓവനും ബീറ്ററൊന്നും ആവശ്യമില്ലാതെ ഫ്രൈയിങ് പാനിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഒത്തിരി കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറുള്ള രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രൈയിങ് പാനാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൈയിങ് പാനിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറാണ് കയ്യിലുള്ള ബട്ടറാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക, ഒത്തിരി യൂസ് ചെയ്യരുത്. അപ്പോൾ പിന്നെ അങ്ങ് ഹാർഡായി പോവും. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക, നിർബന്ധമില്ല. കയ്യിലില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വിസ് റോൾ റെഡിയാക്കി എടുക്കാനുള്ള പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പാലാണ്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ, അതുപോലെ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തോട്ടേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് പാലുമായിട്ട് യോജിച്ചതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, പകരം ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ബേക്കിംഗ് പൗഡറാണ് 1/2 ടീസ്പൂൺ. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ്. ഒരു 2 പിഞ്ച് ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് വാനില എസൻസ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. വാനില എസൻസും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകിൽ വിസ്കോ അതല്ലെങ്കിൽ തവിയോ ഉപയോഗിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം ഇളക്കി കൊടുക്കരുത്. ഇതിപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാൻ ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിനകത്തോട്ടേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മൾ ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടപ്പ് കൂടി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, കാരണം നമ്മൾ ഡയറക്റ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് മുഴുവൻ ബാറ്ററും ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ബട്ടർ പേപ്പർ വെക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഭാഗത്തായിട്ട് ഒരു തവ വെച്ച് കൊടുക്കുക. ഉപയോഗിക്കാത്ത ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ബട്ടർ പേപ്പർ ഉപയോഗിക്കാതെ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഹാർഡായി പോകും, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ ബാറ്ററും ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് എയർ ബബിൾസ് ചെറുതായിട്ട് കാണാം, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അടച്ചു വെക്കുക. ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരു 12-15 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 13 മിനിറ്റിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ. നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തവ വെച്ചിട്ട് അടിയിൽ തവ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. സ്റ്റിക്ക് നല്ലതുപോലെ ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ തുണി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് പൊടിച്ച പഞ്ചസാര ഒരു അരിപ്പയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് വെതറി കൊടുക്കുക. നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്വിസ് റോള് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചൂടിൽ തന്നെയാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ കഴിയുക. അതിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ ഇതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര നമ്മുടെ സ്വിസ് റോളിൻ്റെ മുകൾ ഭാഗത്തായിട്ടും പൊടിച്ച പഞ്ചസാര ഇതുപോലെ വെതറി കൊടുക്കുക. ഒട്ടും സ്റ്റിക്കി ആവാതെ നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ബട്ടർ പേപ്പറോടുകൂടി തന്നെ ഇതുപോലെ തുണിയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയോടുകൂടി ഇതൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ സ്വിസ് റോൾ ചൂടാറാൻ വെച്ചിട്ട് നല്ലതുപോലെ റെഡി ആക്കിയിട്ട് ഇനി സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിനകത്തോട്ടേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ കണ്ടില്ലേ, ആ ഭാഗമൊക്കെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്രാക്സ് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ
അത് നല്ല ചൂടിലാണ് ആദ്യം റോൾ ചെയ്ത് വെക്കുന്നത്. ആ റോൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ടേക്ക് തന്നെയാണ് നമ്മുടെ ഈ ക്രീം ഫില്ലിങ്ങോ അതല്ലെങ്കിൽ ജാം ഫില്ലിങ്ങൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വിപ്പിംഗ് ക്രീം കുറച്ച് എൻ്റെ കയ്യിൽ വിപ്ഡ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വിപ്പിംഗ് ക്രീം തന്നെ സ്പ്രെഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂട്ടല്ല ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെയുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ജാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജാം ഫില്ലിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ചെറി സിറപ്പ് വെച്ചിട്ട് മാത്രം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ക്രീമായിട്ടോ ബട്ടർ ക്രീം ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്വിസ് റോളിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഫില്ലിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് റോൾ ചെയ്യുക. റോൾ ചെയ്യുന്ന സമയത്ത് വലിയ സ്വിസ് റോളൊക്കെയാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്ന് നേരത്തെ കാണിച്ചതുപോലെ തന്നെ തുണിയോ ബട്ടർ പേപ്പറോ വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, എല്ലാവരും കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോയിൽ അത് കാണിക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് ആവശ്യമുള്ളവർ ജസ്റ്റ് ലിങ്ക് ഒന്ന് നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടാകും. അപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഫില്ലിങ് കൂടി കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ശരിക്കും ഉള്ളിലുള്ള ആ ഒരു ക്രീം ഫില്ലിങ് പുറമേയുള്ള ആ ഒരു ചോക്ലേറ്റ് കോട്ടിംഗ് ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പാനിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ട് പോലും ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കൈവച്ച് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. നല്ല സൂപ്പർ സോഫ്റ്റ് സ്പോഞ്ചി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലെയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.